ഹൈക്കോടതി വിധി അനുകൂലമായതോടെ കൺസ്യൂമർ ഫെഡിന്റെ വിഷുച്ചന്തകൾ തുടങ്ങി. 13 അവശ്യ സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നത്. ഇതിനു പുറമെ സംസ്ഥാനത്തെ 172 ത്രിവേണി സൂപ്പർമാർക്കറ്റുകളിലും വിൽപ്പനയുണ്ടാകും. ഈ മാസം 18-ാം തീയതി വരെയാണ് ചന്ത പ്രവർത്തിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നുണ്ടായ അനിശ്ചിതത്വങ്ങൾ മാറിയാണ് ഇപ്പോൾ കൺസ്യൂമർ ഫെഡ് വിഷു ചന്തകളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വലിയ നിര തന്നെ ആളുകളുടെ ഈ സാമഗ്രികൾ വാങ്ങുന്നതിനായി എത്തിയിരിക്കുന്നു. വിഷുവിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ആളുകൾ ഈ അവസാന നിമിഷമുള്ള ഈ ചന്ത തുടങ്ങിയതിനു ശേഷം സാധനങ്ങൾ വാങ്ങാൻ എത്തിച്ചിരിക്കുന്നു. 13 ഇന സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ഈ ചന്തയിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ, വിഷു ചന്തകൾക്കൊപ്പം 172 ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും ആ സാധനങ്ങൾ ലഭ്യമാകും. നമുക്ക് എന്തായാലും എങ്ങനെയാണ് ഇത്തവണത്തെ ഈ ചന്തകളുടെ ക്രമീകരണം? വിലയൊക്കെ ഏത് തരത്തിലാണ്? ചന്ത ഇന്നലെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ നേരത്തെ റംസാൻ ഇത് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 13 ഇനം ഐറ്റങ്ങളാണ് ഈ ചന്തയിലൂടെ വിപണനം നടത്തുന്നത്. പൊതുമാർക്കറ്റിനെക്കാട്ടും വലിയ റേറ്റിലുള്ള വ്യത്യാസം ഇവിടെ ഉണ്ട്. ഞാൻ വായിക്കാം. അരി കിലോന് ജയ അരി 29 രൂപയാണ്, പൊതുമാർക്കറ്റിൽ 49 രൂപയുള്ളതാണ്. കുറുവ അരി കിലോന് 30 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്, പൊതുമാർക്കറ്റിൽ 47 രൂപയുണ്ട്. അതിൽ കുത്തരി 30 രൂപയാണ്, അതും 40-ലധികം പൊതുമാർക്കറ്റിലുണ്ട്. പച്ചരി കിലോ 26 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പഞ്ചസാര കിലോ 27 രൂപയ്ക്ക്, ചെറുപയർ 92 രൂപയ്ക്കാണ്, വൻകടല 69 രൂപ, ഉഴുന്നുപരിപ്പ് 95 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. വൻപയർ 75 രൂപ, തൂരപ്പരിപ്പ് 111 രൂപ, മുളക് 82 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മല്ലി 39, വെളിച്ചെണ്ണ 110 രൂപയ്ക്കാണ്. പൊതുമാർക്കറ്റിൽ 1 ലിറ്ററിന് 260 രൂപ വരെ ഉണ്ട്. നല്ല വിലക്കുറവാണ് സാധനങ്ങൾക്ക് വരുന്നത്. ഒരു ദിവസം 125 പേർക്കാണ് റേഷൻ കാർഡ് വെച്ചിട്ട് ഇവിടെ വെച്ച് കൊടുക്കുന്നത്.